ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്കൊരു ക്ലേ മഷ്റൂം ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് വായോ. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഷീറ്റിലാവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ക്ലേ വേണം. ഈ ക്ലേ ഒക്കെ ചീപ്പ് റേറ്റിന് നമുക്ക് ഓൺലൈൻ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. വളരെ ചീപ്പായിട്ട് നമുക്ക് ഇതിനൊക്കെ വാങ്ങാൻ കിട്ടും. ഓക്കെ, നമുക്കിനി മെയിൻ സംഭവത്തേക്ക് വരാം. കുറച്ച് ക്ലേ എടുക്കണം. എന്നിട്ട് ഇതേപോലെ ഷേപ്പാക്കി എടുക്കണം. പകുതി ക്ലേ എടുത്തിട്ട് ഇതേപോലെ ഷേപ്പാക്കി കൊടുക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ക്ലേ നമ്മൾ നടുക്കൈയിൽ വെച്ചിട്ട് സർക്കിളാക്കി കൊടുക്കണം. എന്നിട്ട് നീണ്ടിട്ട് നമ്മൾ സർക്കിളാക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡാബ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം അവിടെ മാറ്റി വെക്കണം കേട്ടോ. കപ്പ് വെള്ളം ഇവിടെ വെള്ളം നല്ല ആവശ്യമുണ്ട്. ഓക്കെ, എന്നിട്ട് വെള്ളം വെച്ചിട്ട് നമ്മൾ നല്ലോണം സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നല്ലപോലെ സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ തണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. തലഭാഗം നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുക്കണം. എന്നിട്ട് സർക്കിളാക്കി കൊടുക്കണം. എന്നിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കണം. ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടണം. വെള്ളം വെച്ചിട്ട് നല്ലോണം സ്മൂത്തിങ് ചെയ്തെടുക്കണം. നല്ല പോലെ തന്നെ സ്മൂത്തിങ് ഇവിടെ ആവശ്യമാണ്. നല്ലപോലെ തന്നെ സ്മൂത്തിങ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടത് ബ്ലേഡാണ്. ബ്ലേഡ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ബ്ലേഡ് എടുത്തിട്ട് നമ്മളെ തണ്ട് ഭാഗത്തിൻ്റെ മേലെ ഭാഗത്തിൽ ഇങ്ങനെ കസമിസ രീതിയിൽ നമ്മളിങ്ങനെ വെട്ടി നുറുക്കണം. ഓക്കെ, ഇതേപോലെ വെട്ടി നുറുക്കണം. എന്നിട്ട് നമ്മളെ തലഭാഗം ഉണ്ടല്ലോ, ഓക്കെ, മഷ്റൂമിൻ്റെ തലഭാഗം അതിലും നമ്മളിങ്ങനെ വെട്ടി മുറുക്കണം. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ഉറപ്പിനാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് കുറച്ച് വെള്ളം അതിലിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കുറച്ച് വളരെ അത്യാവശ്യം വെള്ളം നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒട്ടിച്ചെടുക്കണം. ഓക്കെ, കുറച്ച് വെള്ളം വെച്ചിട്ടും കൈ വെച്ചിട്ടും ഡാബ് ചെയ്ത് എന്ത് ചെയ്ത് കൊടുക്കണം, ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ വേണം കേട്ടോ. എനിക്കൊരിത് മനസ്സുഖം വരാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്നുകൂടി സ്മൂത്തിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തലഭാഗത്ത് കേട്ടോ. കുറച്ചുകൂടി ഒന്ന് സ്മൂത്തിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഒരു ദിവസം മുഴുവൻ നമ്മൾ ഉണങ്ങാൻ വെക്കണം. അടുത്ത ദിവസം വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തലഭാഗം മഷ്റൂം ആണെങ്കിൽ ഒരു ചൊറുക്ക വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തലഭാഗത്തേക്ക് റെഡ് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. 2 കോട്ടിങ് ചെയ്യണം കേട്ടോ. ഇതിന് മെയിനായിട്ട് നമ്മൾ 2 കോട്ടിങ് തന്നെ ഇതിനാവശ്യമാണ്. എന്നിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് നമ്മളിതിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ഉണങ്ങിയിട്ട് വേണം നമ്മളെ തണ്ട് ഭാഗത്തേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇത് ഫുള്ളായിട്ടും നല്ല കംപ്ലീറ്റായിട്ടും 2 കോട്ടിങ് അടിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേക്കാരം കേട്ടോ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലഭാഗം. പിന്നെ നമുക്ക് തണ്ട് ഭാഗത്തേക്ക് അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം കേട്ടോ. തണ്ട് ഭാഗത്തേക്ക് അടിക്കാൻ ഞാൻ അടിച്ചപ്പോൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. വളരെ സോറി, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിത് കാണുന്നത്. വളരെ സോറി കേട്ടോ. തണ്ട് ഭാഗത്തേക്ക് വൈറ്റും ബ്രൗണും അടിച്ചിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇത് ഞാൻ ഫസ്റ്റ് ചെയ്തതാണ്, പിന്നെയാണ് ഞാൻ ഇതൊന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.